സംഗമം വിജയമായിരുന്നു എന്നാണോ? 100% വിജയമല്ലേ. അത് ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയല്ലേ ഉണ്ടായിരുന്നത്. അതൊക്കെ അവരുടെ സ്വപ്നമാണ്. അതിൽ അവർക്ക് തിരിച്ചടി ഇങ്ങനെ നേരിട്ടുകൊണ്ടേയിരിക്കണം. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഒരു കാര്യവുമില്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ 1-2 പോലീസുകാർ കാണിക്കുന്ന ചില വികൃതികളാണ് നമ്മൾ കണ്ടത്. ഞാൻ അതല്ലേ പറയാം, 175ഓളം പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. അവൻ ഒരുപാട് PSC ടെസ്റ്റ് എഴുതി, ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി, ഇൻ്റർവ്യൂ പാസ്സായി വന്ന് അതിന് സെലക്ഷൻ കിട്ടി വന്ന ആളുകളാണ്. ഇപ്പോൾ ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടാക്കിയതിന് ശേഷം എന്തെല്ലാമാണ് ജനങ്ങളാകെയാണ് ആ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത്. അവരും കൂടെ ചേർന്നാണ്. അവരെ തൊഴിലാളികളായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. തൊഴിലാളികളായി അംഗീകരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കണം. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഇപ്പോൾ നിയമസഭാ ഇലക്ഷനും നമ്മുടെ കോർപ്പറേഷൻ ഇലക്ഷനും ഒക്കെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ രീതിയിൽ എന്താണ് ചെയ്യേണ്ടത് പാർട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഭരണത്തെക്കുറിച്ച് പറയാനുള്ളത്? അതായത് നവംബർ അവസാനമോ ഡിസംബർ ആദ്യമോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരും. അതെ. അടുത്ത 2026 മെയ് 18-16 തീയതികളിൽ പുതിയ ഗവൺമെൻറ് അധികാരത്തിലേൽക്കണം. ഇത് രണ്ടുമാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ കാലാവധിയായി കാണുന്നത്. അപ്പോൾ ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളവും പൂർണ്ണമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു എന്ന് മാത്രമല്ല, നമുക്ക് നല്ല ആത്മവിശ്വാസത്തിലുമാണ്. ആത്മവിശ്വാസത്തിലാകാൻ കാരണം സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ സർക്കാർ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 2018 പ്രളയം ഏകദേശം 40,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി. 40,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന് മാത്രമല്ല, ആ പ്രളയത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ജീവഹാനിയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് അത് ആഗസ്റ്റ് മാസം 14-ാം തീയതിയായിരുന്നു ഇതെല്ലാം ഉണ്ടായതെങ്കിൽ, രണ്ടാമത് വീണ്ടും 2019 പിന്നെ ഏകദേശം 15-16 തീയതികളിൽ രണ്ടാമത്തെ പ്രളയം. ആദ്യം തെക്കൻ തെക്കൻ ജില്ലയിലാണെങ്കിൽ, രണ്ടാമതുണ്ടായത് വടക്കൻ ജില്ലകളിലാണ്. നിലമ്പൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ വലിയ നഷ്ടമുണ്ടാക്കി. ഇപ്പോൾ ഇതിലും വലിയ സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. നയാ പൈസയുടെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായിട്ടില്ല. അങ്ങനെ നിഷേധിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അതിനെയെല്ലാം നമ്മൾ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രയത്നം അത് സർക്കാർ ചെയ്യുന്നതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളും അത് ഏറ്റെടുത്ത് നന്നായി ചെയ്തു. അത് 2019 2020 ജനുവരി മാസമായപ്പോഴാണ് കോവിഡ് മഹാമാരി വന്നുവിട്ടത്. അറിയാമല്ലോ, ലോകം മുഴുവൻ അതിൽ അങ്ങനെ മുങ്ങി കിടക്കുമ്പോഴത്തേക്ക് തികച്ചും ലോകത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള സമീപനം സ്വീകരിച്ച് ഈ സർക്കാർ ജനങ്ങളെ ആകെ കൂടെ നിർത്തുക മാത്രമല്ല, സൗജന്യ ചികിത്സ, സൗജന്യ ഭക്ഷണം ആശുപത്രി കിടക്കുന്നവർക്കും വീട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കും, പിന്നെ കുറേ കാലത്തേക്ക് ഏകദേശം 1 വർഷക്കാലത്തോളം അവർക്ക് സൗജന്യ ഭക്ഷ്യ കിറ്റ് കൊടുത്തു. അങ്ങനെ അതിനെയൊക്കെ അതിജീവിച്ചു. അപ്പോൾ ഏറ്റവും കുറവ് പിന്നെ മരണനിരക്ക് ഉള്ള ആളുകൾക്ക്, പ്രായഭേദമന്യേ എല്ലാവർക്കും ചികിത്സ സർക്കാർ ഹോസ്പിറ്റലുകളിൽ എല്ലായിടത്തും അങ്ങനെ ചികിത്സ അവർക്ക് താമസിക്കാനുള്ള സംവിധാനം എല്ലാം ഏർപ്പെടുത്തി. അതെല്ലാം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അത് ക്ഷേമ പ്രവർത്തനങ്ങൾ അത്രയും ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് മറ്റ് വ്യവസായവും റോഡ് അങ്ങനെയുള്ള സഞ്ചാരയോഗ്യമായ റോഡുകളും ഒക്കെ പുതിയ കാലഘട്ടത്തിനനുസൃതമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാർ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും, ക്ഷേമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ഇത്രയും കാലം 1,600 രൂപ ഇപ്പോൾ പെൻഷൻ കൊടുക്കുമ്പോൾ 1,600 രൂപ പെൻഷൻ കൊടുക്കുമ്പോൾ 1,500 രൂപയും പെൻഷന് വേണ്ടി വർദ്ധിപ്പിച്ചിട്ടുള്ളത്, 1,500 രൂപ വർദ്ധിപ്പിച്ചിട്ടുള്ളതും നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. അത് ചെയ്യുമ്പോൾ തന്നെ ഗവൺമെൻറ് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും 5-6 വയസ്സ് പൂർത്തിയായ ഒരു കുട്ടിയെങ്കിലും, കേരളത്തിൽ ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലല്ലോ, ഒരു കുട്ടി സ്കൂളിൽ പോകാത്ത. അങ്ങനെ നോക്കുമ്പോൾ തൊട്ട് അടുത്ത സംസ്ഥാനങ്ങൾ, നമ്മൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ അവിടുത്തെ കുട്ടികളാരും പലരും സ്കൂളുകളിൽ പോകുന്നില്ല. ഇവിടെ കുട്ടികളെ മുഴുവൻ സ്കൂളിൽ അയക്കുന്നു, കളിക്കേണ്ട കുട്ടികൾ കളിക്കുന്നു, പഠിക്കേണ്ടവർ പഠിക്കുന്നു. ഭവന പദ്ധതി ഇന്നത്തെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം 5,35,000 ഭവനം അടുത്ത മാർച്ചോടുകൂടി പൂർത്തിയാകുമ്പോഴാണ്. 4,60,000 വീട് പൂർത്തിയായി കഴിഞ്ഞു. അത്രയും ആൾ, അതായത് 5,50,000 അപേക്ഷകരുള്ളവർ അപേക്ഷകർക്ക് മുഴുവൻ വീട് കൊടുക്കുകയാണ്, വീട് പൂർത്തിയാക്കുകയാണ്.
അങ്ങനെ വീട് പൂർത്തിയാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് PMAY, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാണ് അതിൻ്റെ പേര്. PMAY എന്നുള്ള പേര് കൊടുക്കുമ്പോൾ ആ PMAYയിൽ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ പങ്ക്? കേന്ദ്ര സർക്കാരിൻ്റെ പങ്കെന്ന് പറയുന്നത് നഗരങ്ങളിൽ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെയുള്ള നഗരങ്ങളിൽ 1.5 ലക്ഷം രൂപയും ഗ്രാമങ്ങളിൽ 72,000 രൂപയും. അവിടെയാണ് 4 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ നഗരങ്ങളിൽ കൊടുക്കുമ്പോൾ ബാക്കി വരുന്ന 2.5 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും കൊടുക്കുകയാണ്. ഗ്രാമങ്ങളിൽ 3,28,000 രൂപ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും കൂടെ കൊടുത്തുകൊണ്ടാണ് ഈ വീടുകൾ പൂർത്തിയായതെന്ന് കാണണം. മണ്ണും വീടും പദ്ധതി ഇപ്പോൾ SC വിഭാഗക്കാർക്ക് കൊടുക്കുന്നത് 3 സെൻറ്റ് ഭൂമി വാങ്ങാൻ 6 ലക്ഷം രൂപയും വീട് പണിയാൻ 4 ലക്ഷം രൂപയും കൊടുക്കുകയാണ്, 10 ലക്ഷം രൂപ. അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിന് 5,25,000 രൂപയും 3 സെൻറ്റ് ഭൂമി വാങ്ങാൻ അവർക്ക് 4 ലക്ഷം രൂപ, 9,4 ലക്ഷം രൂപ അവർക്ക് വീട് വയ്ക്കാൻ കൊടുക്കുന്നു. പിന്നെ കൂടാതെ അവർ തന്നെ സ്വയം വീട്ടുകാർ കുടുംബങ്ങളെല്ലാം കൂടി ചേർന്ന് പണി ചെയ്താൽ അവർക്ക് ശമ്പളം ഇനത്തിൽ 15,000 രൂപ കൂടെ കൊടുക്കുകയാണ്. ഇത് ആര് ചെയ്യും? ഇങ്ങനെ ഒരു ഇത് ജനങ്ങളിതെല്ലാം നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ സാമ്പത്തികമായി നമ്മളെ സാമ്പത്തിക ഉപരോധം ഒരു ഭാഗത്തു നിന്ന് ഏർപ്പെടുത്തുകയും അതിന് ഒത്താശ പാടുന്ന ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും ചെയ്യുമ്പോഴാണ് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇവിടെ എല്ലാം തന്നെ ഒരു ഏറ്റവും വലിയ ഒരു സംസ്ഥാനം, ഒരു സോഷ്യലിസ്റ്റ് രാജ്യം പോലെ ഉള്ള ഒരു കൊച്ചു സംസ്ഥാനം അങ്ങനെ മാറുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. വലിയ വൻകിട സാമ്പത്തികമായി മുന്നോട്ട് നയിക്കുന്ന രാഷ്ട്രങ്ങളെ വരെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ സ്ഥിതി. പിന്നെ എന്തുകൊണ്ട് ഈ ഗവൺമെൻറ് വന്നുകൂടാ? വരാൻ വേണ്ടി ആഗ്രഹിക്കാത്ത ഏത് ജനമാണുള്ളത്? അതിന് കടുത്ത രാഷ്ട്രീയ വിരോധമുള്ള അപൂർവം ചില ആളുകൾ മാത്രമാണ് അത് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം രണ്ടും കണക്ട് ചെയ്തുകൊണ്ടാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ആവശ്യത്തിന് കാശ് കൊടുക്കുകയല്ലേ സർക്കാർ? 40% വരെ കൊടുക്കുകയാണ് പ്ലാൻ ഫണ്ട് ഇനത്തിൽ. ആ കാശ് വാങ്ങിക്കൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതേപോലെ അവരെ ഓൺ ഫണ്ട് വാങ്ങിക്കൊണ്ട് അവരും ഈ വീട് നിർമ്മിക്കുന്ന കാര്യത്തിലായാലും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളിലായാലും റോഡിൻ്റെ മരാമത്ത് പണികളായാലും സ്കൂളിൻ്റെയും, ഇപ്പോൾ സ്കൂളും ഗവൺമെൻറ് സ്കൂളുകളും അതുപോലെ തന്നെ അങ്കണവാടികളും ഇത്തരം കാര്യങ്ങളെല്ലാം നഗരസഭയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്കണവാടിയിലെ കുട്ടികളുടെ ഭക്ഷണം എന്തെന്നാണ്? അവർക്ക് നല്ല ഭക്ഷണം അവിടെ നിന്ന് കൊടുക്കാല്ലേ? അവിടെ കൊണ്ട് ബിരിയാണി കൊടുക്കുകയാണ്, അവർ സ്കൂളുകളിലും കൊടുക്കുകയാണ് ബിരിയാണി. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ്, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് നിൽക്കുന്നത്. അവിടെ എന്താണ് അവിടെ നമുക്ക് പറയാനുള്ളത്? ഇതിനൊക്കെ എതിരായിട്ട് ഇങ്ങനെ വാദോരാതെ വർത്തമാനം പറയുന്ന പ്രതിപക്ഷമായാലും BJP ആയാലും അവർ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതെന്ന് പറയാനല്ലാതെ നിർവാഹമില്ല. ഇത് യഥാർത്ഥ വസ്തുത അത് ജനങ്ങളെ മുമ്പിൽ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തുന്നതാണ്. അതിലൊരു പങ്ക് മാധ്യമങ്ങൾക്കുണ്ട്. കോർപ്പറേഷൻ ഇലക്ഷനിൽ BJP സ്ഥാനം പിടിക്കും അല്ലെ കോർപ്പറേഷൻ പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു കാരണവശാലും അത് അവരുടെ ദിവാസ്വപ്നമാണ്. മറ്റേ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണ്. അതായത് ഒരു 10 മുട്ട വെച്ചാൽ 10 മുട്ട വിരിഞ്ഞാൽ ആ 10 കുഞ്ഞുങ്ങളായി 10 കുഞ്ഞുങ്ങൾ 6 മാസം കഴിയുമ്പോൾ മുട്ടയിടും. അത് ഇപ്പോൾ 100 കുഞ്ഞുങ്ങളായി ഇങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അവരുടെ സ്വപ്നമാണ്. അതിൽ അവർക്ക് തിരിച്ചടി ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഒരു കാര്യവുമില്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ അതൊക്കെ അവർ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 43 സീറ്റാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 55 വർദ്ധിച്ചിരിക്കുകയല്ലേ. ഇപ്പോൾ 2-3 തിരഞ്ഞെടുപ്പ് നടന്നിടത്തെല്ലാം നമ്മൾ ജയിക്കുകയല്ലേ ചെയ്തത്. എല്ലായിടത്തും ഇടതുപക്ഷമല്ലേ ജയിച്ചത്, എല്ലായിടത്തും ജയിച്ചു. BJP ഒരു സീറ്റ് കൂടെ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എല്ലായിടത്തും നമുക്ക് മേൽക്കൈയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു സംശയവും വേണ്ട. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ വെച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കൗൺസിലറും ചെയർമാനുമായിരുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് നേരിട്ട് അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ കേരളത്തിലാകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇതാണ് സ്ഥിതി. എല്ലാ കാര്യങ്ങളും 1-ാം സ്ഥാനത്താണ് നമ്മൾ. പിന്നെ ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, പിന്നെ ക്രമസമാധാന രംഗത്ത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇവിടുത്തെ കേസിൻ്റെ എണ്ണം കൂടുന്നില്ലേ? കേസിൻ്റെ എണ്ണം കൂടുന്നതെന്ന് വെച്ചാൽ കുറ്റം ചെയ്തവരെല്ലാം പേരിൽ കേസെടുക്കും. മറ്റത് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണവൻ്റെ പുറകെ വന്ന് വെടിവെച്ചിടല്ലേ അവിടുത്തെ പോലീസ്. ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, അറിയാലോ ചേട്ടന്. ആ ആരോപണങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, 1-2 പോലീസുകാർ കാണിക്കുന്ന ചില വികൃതികളാണ് നമ്മൾ കണ്ടത്. അത് വികൃതിയായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇല്ല. അത് അവരെ പേരിൽ 175, അതിന് കൃത്യമായ കണക്ക് എനിക്കിപ്പോൾ പറയാൻ ഓർക്കുന്നില്ല, 175 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത് ജോലിയെന്ന്. ആദ്യമായിട്ട്
കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പോലീസുകാരെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ക്രിമിനൽസുകളായിട്ടുള്ള മനുഷ്യനല്ലേ, ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്ന് എല്ലാ സ്വാധീനവും മനുഷ്യൻ എന്നുള്ളതിലേക്ക് എന്നിലടക്കം കടന്നുകൂടും. അതിനെ നേരിടുക എന്നുള്ളതാണ് നമ്മളെ ഓരോരുത്തരുടെയും കർത്തവ്യം. അത് നേരിടാൻ കഴിയാത്ത പോലീസുകാരാണെങ്കിൽ ആ പോലീസുകാരന് തീർച്ചയായും അവൻ്റെ പഴയ സ്വഭാവം വീണ്ടും അവൻ്റെ തലപൊക്കി വരും. ആ സ്വഭാവമാണ് അവൻ ഇതേപോലെ വരുന്ന പിന്നെ പരാതിക്കാരൻ്റെയോ അല്ലെങ്കിൽ പ്രതിഭാഗമായി വരുന്നവൻ്റെ ദേഹത്ത് കാണിക്കുന്നത്. അവൻ്റെ പേരിൽ അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ നടപടി സ്വീകരിക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു സ്ഥലം മാറ്റം അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ, അത്തരം കേസുകൾക്ക് സ്ഥലം മാറ്റം, മറ്റു കേസുകൾക്ക് ഞാൻ അതല്ലേ പറയാം, 175ഓളം പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. അവൻ ഒരുപാട് PSC ടെസ്റ്റ് എഴുതി, ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി, ഇൻ്റർവ്യൂ പാസ്സായി വന്ന് അതിന് സെലക്ഷൻ കിട്ടി വന്ന ആളുകളാണ്. അത് ആരെയൊക്കെ കാലത്ത് വന്നെന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും നമ്മൾ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. ഏതായാലും ഏത് കാലത്ത് വന്നവനാണെങ്കിലും അവൻ ഈ ഒരു കുറ്റം ചെയ്തെന്ന് കണ്ടപ്പോൾ അവരെ പിരിച്ചുവിടേണ്ടവനെ പിരിച്ചുവിടുന്നു, ബാക്കിയുള്ളവനെ നടപടി സ്വീകരിക്കുന്നു. അത് ഓരോരുത്തരുടെ അവൻ ചെയ്ത പ്രവൃത്തിയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ് നടപടികൾ സ്വീകരിക്കുന്നത്. അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥരെ അതിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കുകയാണ്. അങ്ങനെ ഒറ്റപ്പെടും. നിങ്ങളത് കാണുമ്പോൾ തന്നെ രണ്ട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളതല്ലേ. ഒന്ന്, നമ്മളെ ശിവഗിരിയിൽ ആന്റണിയുടെ കാലഘട്ടത്തിൽ ഇത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. നേരെ മറിച്ച് ഇത് പിന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കാലഘട്ടത്തിലാണ് സംഭവിച്ചിരുന്നു എങ്കിൽ എന്തായിരുന്നതിന് സ്ഥിതി? സ്വാമിമാരെ ഞാൻ ഇന്നലെ അതിൻ്റെ ഒരു ക്ലിപ്പിങ്സ് കാണാനിടയാവുന്നു. നല്ല 90 വയസ്സും 85 വയസ്സും ഒക്കെ ആയ പ്രായം ചെന്ന അവിടുത്തെ സ്വാമിമാരാണ് ആരും ബഹുമാനിച്ചു പോകുന്ന, മുഖം കണ്ടാൽ തന്നെ അറിയാം അവരെ ബഹുമാനിച്ചു പോകുന്ന, അവരെയാണ് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടെന്ന് ഇപ്പം ആന്റണി പറയും. അതെ, പിന്നീട് കുറ്റബോധം തോന്നിയിട്ട് കാര്യമില്ല. അവരെ പോയി ചെയ്യാതെ അത് കഴിഞ്ഞിട്ട് വന്ന ഗവൺമെന്റ് എന്താണ് ചെയ്തത്? നയനാർ ഗവൺമെന്റ് ചെയ്തത് എന്താണ്? അവർ രണ്ടുപേരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി പ്രശ്നം തീർത്തു. അങ്ങനെയല്ലേ തീർക്കേണ്ടത്. ഇവിടെ നടന്ന എന്താണ്? അവിടെ നമ്മളെ വയനാട് അവിടെ ഇവരുടെ സ്ഥലത്തെ ആദിവാസികളെ മുത്തങ്ങ സമരത്തിൽ അത് ഭീകരമല്ലേ? അത് ഞാൻ യാദൃച്ഛികമായി ഇത് കണ്ടതാണ് ഫേസ്ബുക്കിൽ. ഈ രണ്ട് സംഭവങ്ങളെ കുറിച്ച് അദ്ദേഹം ഇപ്പൊ ഏറ്റു പറയുന്നുണ്ട്. അതേപോലെ അത് പറഞ്ഞ കാര്യം ഇപ്പൊ ആളുകൾ ഈ അസംബ്ലിയിൽ ചർച്ച ചെയ്തപ്പോഴത്തേക്ക് അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നത്. അതുപോലെ 100 കാര്യങ്ങൾ വേറെ കിടപ്പുണ്ട്. പോലീസ് സ്റ്റേഷൻ, ഒറ്റപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും ആരും പറയാത്തത് കൊണ്ട് അടിയന്തരാവസ്ഥ കാലം ആരും മറന്നിട്ടില്ല. അടിയന്തരാവസ്ഥ കാലത്ത് സംഭവങ്ങൾ ആലോചിച്ച് നോക്കിയാലോ, എന്തായിരുന്നു അവിടെ? ഒരാളിനൊക്കെ ഇതുവരെ അയാളുടെ ശവശരീരമോ രോമം പോലും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഗവൺമെൻറ് ചെയ്യുമ്പോൾ. അപ്പം ചെറിയ കുറവുകളുണ്ട്, അത് ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്, ന്യായീകരിക്കുകയല്ല. ഒരു പോലീസ് സ്റ്റേഷനിലും അങ്ങനെ ഉണ്ടാകരുത്. ഇപ്പം ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടാക്കിയതിന് ശേഷം എന്തെല്ലാം ജനങ്ങളാകെയാണ് ആ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത്. അവരും കൂടെ ചേർന്നാണ്, ജനങ്ങളും എല്ലാവരും കൂടെ ചേർന്നാണ് ആ പോലീസ് സ്റ്റേഷൻ അവർ ഭരണകർത്താക്കളാണ്. അവരാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ ചെയ്യണം. അതിൽ ന്യായം നോക്കി പോലീസ് ഇടപെടുകയല്ലേ. അതൊക്കെ നമ്മൾ അത് കൊണ്ടുവന്ന കോടിയേരി ആഭ്യന്തരമന്ത്രി പല സ്റ്റേഷനുകളിലും ഈ എഴുത്തിൽ മാത്രമേ ഉള്ളൂ. ആകട്ടെ എന്ന് പറഞ്ഞ് 100% അല്ലല്ലോ. നമ്മളെ ഈ സമൂഹത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ മൂല്യച്യുതി എല്ലാ ജനങ്ങളിലും ഉണ്ട്. അവരെ ജനങ്ങളിൽ എല്ലാത്തിലും അവരുടെ ബോധമണ്ഡലങ്ങളിൽ മാറ്റം വന്നാൽ മാത്രമേ ഇതിലും മാറ്റം വരുള്ളൂ. അത് കാലക്രമേണ ഇതേപോലെ സാമ്പത്തിക അടിത്തറ മാത്രം പോരാ, സാംസ്കാരികമായി കൂടി ആളുകളിൽ മാറ്റം വന്നാൽ മാത്രമേ ഇതിന് ചെയ്യുന്ന സർക്കാർ നമ്മുടെ ആശാ വർക്കർമാരെ കാണുന്നില്ലേ? ആശാ വർക്കർമാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കുന്ന സംസ്ഥാനമല്ലേ കേരളം. 13,000 രൂപ വരെ വാങ്ങുന്നുണ്ട് അവർക്ക്. അവരെ തൊഴിലാളികളായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. തൊഴിലാളികളായി അംഗീകരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കണം. അതിൽ കുറച്ച് പേര് ഇവിടെ സമരം ചെയ്തു. സമരം എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ സമരം ചെയ്തപ്പോൾ അതിൽ ഇവിടുത്തെ CI2 ആവശ്യപ്പെട്ട് നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാം. ഇത് തൊഴിലാളിയായി അംഗീകരിക്കാത്ത കേന്ദ്ര സർക്കാരാണ് അംഗീകരിക്കേണ്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. നമുക്ക് അവർക്കെതിരെയല്ലേ സമരം ചെയ്യേണ്ടത്, അവരല്ലേ കാശ് തരേണ്ടത്. ഇവിടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ, അവർ ചെയ്യുന്നില്ലല്ലോ ഒരു നയാ പൈസ. അന്ന് പഴയ ഇതിൽ നിൽക്കുകയല്ലേ, അതിന് മാറ്റം വരുത്തേണ്ടത്. ആ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും ഞങ്ങൾ അതിന് സമരം ചെയ്യില്ല, ഞങ്ങൾ ഇവിടെ ഈ സർക്കാരിനെതിരെ സമരം ചെയ്യുമെന്ന് പറയുന്നത് ആ സമരത്തിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? അതെന്താണെന്ന് പറഞ്ഞാൽ കൂലി സമരമാണ്, കാശ് വാങ്ങിക്കൊണ്ട്. അല്ലാതെ ഇവിടെ നിങ്ങൾ കണ്ടിട്ട് ഇവിടെ CI2 മഹത്തായ പ്രസ്ഥാനമാണ്. CI2 പോലും ഇങ്ങനെ തുടർച്ചയായിട്ട് ഇത്രയും സമരം ചെയ്യാൻ കഴിയാത്ത ഇവർക്ക് എങ്ങനെ ഈ പാവപ്പെട്ട സ്ത്രീകൾ സമരം ചെയ്യുന്നു?
അവർക്ക് പലരും സ്പോൺസറാണ്. സംശയമായില്ല. SUC കാര്യമായിട്ടുള്ള ഒരാൾ, അവരെല്ലാം വലിയ വിപ്ലവം പറയുന്നവരാണല്ലോ, വലിയ വിപ്ലവം പറയുന്നതാണല്ലോ. അവരുടെ വിപ്ലവം പറയുന്ന ആ മാന്യ വ്യക്തി, ആ സ്ത്രീ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയല്ലേ സമരം ചെയ്യേണ്ടത്. അവർ വന്നിരുന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ബോധപൂർവം ഉള്ളതാണ്. അത് കണ്ണടച്ചിരുട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ്. അവരെ നമുക്ക് ഒരു കാലത്തും അവരെ നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്. അത് ഒരിക്കലും അവരങ്ങനെയാണ്. അവരതിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതിനെല്ലാം നമുക്ക് തട്ടി നീക്കിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ആശാവർക്കർമാരെ കാണുന്നു, അങ്കണവാടി ആളുകളെ കാണുന്നു. അങ്ങനെ എല്ലാ തരത്തിലും അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രണ്ടിടത്തും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വലിയ ഭൂരിപക്ഷത്തിലൂടെ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. 15 വാർഡിലും നമ്മൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ച് ഇവിടെ ജനാധിപത്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനം വോട്ട് ചേർക്കലാണ്, വോട്ടർ പട്ടിക വെരിഫിക്കേഷനാണ്. അതെല്ലാം തന്നെ നമ്മൾ പ്രവർത്തകർ ശമ്പളത്തിനല്ല ജോലി ചെയ്യുന്നത്, മറുഭാഗത്ത് കാശ് കൊണ്ട് അങ്ങ് തള്ളിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശമ്പളത്തിനല്ല, അവർ ജോലി ചെയ്യുന്നതിലൊരു വിഹിതം എടുത്ത് ഈ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. പാർട്ടിയിൽ നിന്ന് ഞങ്ങളെ പാർട്ടിയോ ഞങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ 5 പൈസ കൊടുത്തിട്ടില്ല. അവരിവിടെ ഈ ത്യാഗപൂർണമായ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ത്യാഗപൂർണമായ പ്രവർത്തനമാണ്. ആ പ്രവർത്തനങ്ങൾ അതേപടി നടപ്പിലാക്കുന്ന കുറേയധികം പ്രവർത്തകർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അവർ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ തന്നെ നമ്മൾ ജയിക്കും. ഒരു ചോദ്യം കൂടെ, അതായത് നമ്മുടെ ശബരിമല വിഷയത്തിൽ സർക്കാർ പഴയ തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിൽ അന്നുണ്ടായ ഒരു സംഭവത്തിന്റെ ഒരു തിരുത്തലാണോ ഇപ്പോൾ ഒരു മഹാസംഗമം എന്നുള്ളത്? അല്ല, ഇപ്പോൾ നടന്ന സർക്കാർ നടത്തിയ പരിപാടിയായിട്ട് കാണരുത്. അത് വളരെ വ്യക്തമായി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതല്ലേ. അത് നടത്തിയ ദേവസ്വം ബോർഡാണ് നടത്തിയത്. കടകംപള്ളി സാർ അടക്കം പറയുന്നുണ്ട് അന്നത്തെ തീരുമാനം തെറ്റായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇല്ല, അങ്ങനെയൊന്നും ഒരിക്കലും പറയാം. അങ്ങനെ തെറ്റായ തീരുമാനം എന്നല്ല, അത് സുപ്രീം കോടതി എടുത്ത തീരുമാനമാണ്. ഒരു കോടതി ഭരണഘടനാ പ്രകാരം സുപ്രീം കോടതി, ഏറ്റവും പരമോന്നത കോടതി, ആ കോടതി എടുത്ത തീരുമാനത്തിന് ഒരു ഗവൺമെന്റിനും നിഷേധിക്കാൻ കഴിയില്ല. അത് ആരായാലും ആ ഗവൺമെന്റ് വിധി വന്നപ്പോഴത്തേക്ക് എന്താണ് ആദ്യം പറഞ്ഞത്? RSSും BJP ആണ് പറഞ്ഞത് നല്ല തീരുമാനം എന്ന് പ്രഖ്യാപിച്ചവർ. പിന്നെ എന്തുകൊണ്ട് മാറ്റം വന്നപ്പോൾ ഇവിടുത്തെ ചില ജാതി സംഘടനകൾ പറഞ്ഞപ്പോൾ അവർക്ക് അങ്ങ് മാറ്റം വന്നു. പക്ഷേ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അത് നോക്കി മാറ്റം വരുത്താൻ കഴിയില്ല. ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് എന്നുള്ളതിലേക്ക് നടപ്പിലാക്കിയല്ലേ കഴിയുള്ളൂ. അങ്ങനെയാണ് ആ ഗവൺമെന്റ് അത് നടപ്പിലാക്കിയത്. ആ ഗവൺമെന്റ് അന്ന് നടപ്പിലാക്കി. ഇന്ന് നടന്നത് ഗവൺമെന്റ് അല്ല, ഗവൺമെന്റ് ശബരിമലയിൽ ചിലർ പറയുന്നുണ്ട് ശബരിമലയിലെ കാശ് മുഴുവൻ എടുത്ത് നമ്മളിവിടെ ആർക്കൊക്കെ ഉള്ളൂ. ശബരിമലയിലെ കാശ് മുഴുവൻ ശബരിമലയിലും മറ്റ് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾക്കുമുള്ള അവിടുത്തെ ജീവനക്കാർക്കുള്ള ശമ്പളം കൊടുക്കാനും, അവിടുന്ന് ഒരു കാശ് പോലും സർക്കാർ എടുക്കാതെ സർക്കാരിൻ്റെ കാശ് മുഴുവൻ ഇതേപോലെയുള്ള ക്ഷേത്രങ്ങൾക്ക് പുനരുദ്ധരിക്കാനും അവിടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താനും എല്ലാമാണ് മുടക്കുന്നത്. അതിനുള്ള കാശ് കോടിക്കണക്കിന് രൂപ ആ കാശ് സർക്കാർ അങ്ങോട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ കൊടുത്തുകൊണ്ട് ലോകത്താകെയുള്ള അയ്യപ്പ ഭക്തർ ലോകത്തെല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും അമേരിക്കയിലടക്കം ഉള്ളവരുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അവർക്ക് ഇരുമുടിക്കെട്ടുമായിട്ട് വിമാനത്തിൽ വരാൻ കഴിയില്ല. ന്യായമാണ് അവർ പറഞ്ഞത്. കാരണം വിമാനത്തിൽ നമ്മൾ തന്നെ ഒരു ബ്ലേഡ് പോക്കറ്റ് ഇട്ടുകൊണ്ട് വരാൻ കഴിയില്ല. അപ്പോഴാണ് നെയ്ത്തേങ്ങയൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ കഴിയില്ലല്ലോ. അപ്പോൾ അവർ വിമാനത്തിൽ കയറ്റുന്നില്ല. അപ്പോൾ അതിനൊരു ഏകീകരിച്ചൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ദേവസ്വം ബോർഡ് ആലോചിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളിലെ പലരെയും ക്ഷണിച്ചു. ഇന്ത്യയിലുള്ള എല്ലാവരും മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചിരുന്നു. അതിലൊരു കുറേ പേരൊക്കെ വന്നിരുന്നു. അതിൽ ഈ അയ്യപ്പ വിശ്വാസികളും വിശ്വാസം ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്. വിജയമായിരുന്നു എന്നാണ്. 100% വിജയമല്ലേ. അത് ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയല്ലേ ഉണ്ടായിരുന്നത്. പിന്നീട് ഓരോരോ സെക്ഷനായിട്ട് ഓരോരോ ഇതിനോട്ട് മാറി. ചർച്ചയ്ക്ക് വേണ്ടി 686 പേരെ കണ്ടാൽ മാറി. വേറെ ചില കാര്യത്തിന് മാറി, ചിലർ ഭക്ഷണത്തിന് പോയി. മുഖ്യമന്ത്രിയുടെ പ്രസംഗ സമയത്താണ് ഇന്നലെ മുഴുവൻ പേരുണ്ടായിരുന്നത്. ആ തീരുമാനം എടുത്തു കഴിയുമ്പോൾ നമ്മളും ഇപ്പോൾ വാർഡ് സഭ വികസന സെമിനാറൊക്കെ നടക്കുമ്പോഴത്തേക്ക് അത് ചർച്ച ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് ആളുകളങ്ങ് പിരിയും. അപ്പോഴും ചെന്ന് നോക്കുമ്പോൾ ഒരിടത്ത് 10 പേര് കാണോ, ഒരിടത്ത് 25 പേര് കാണോ. അയ്യോ ഇവിടെ 10 പേരെ ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. ആദ്യം ഉണ്ടായിരുന്നത് 400 പേരാണ്. ആ 400 പേരാണ് വിവിധ ഇതായ കാര്യങ്ങളായിട്ട് മാറി. കണ്ടില്ല എന്നുള്ളതാണ്. അതല്ല, കണ്ടുന്നേ, ഇത് കാണാത്തതല്ല, കണ്ടുകൊണ്ട് തന്നെ ഇത് കണ്ടില്ല നടിക്കുന്നതാണ്. അത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊക്കെ പച്ച കള്ളത്തരം. ഇവിടെ സർക്കാർ ചെയ്യുന്നത് നമുക്ക് സർക്കാരിലുള്ള പലർക്കും വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. എൻ്റെ പാർട്ടി എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എനിക്ക് ഈശ്വര വിശ്വാസം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. എൻ്റെ ഉത്തരവാദിത്വം വിശ്വാസമുള്ള ജനത ഉണ്ടെങ്കിൽ ആ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം പരിപൂർണമായി നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിറവേറ്റും.
എനിക്ക് എന്തുകൊണ്ട് എന്നുള്ളതല്ല, അവർക്ക് വേണ്ടി ഞാൻ തൊഴണം അല്ലെങ്കിൽ മുട്ടുകുത്തി നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ മുട്ടുകുത്തി നിൽക്കും. അത് കാരണം അവരുടെ വിശ്വാസം സംരക്ഷിക്കുകയാണല്ലോ എൻ്റെ ആവശ്യം. അല്ല, ഈ സ്ത്രീ പ്രവേശനം അതിനെക്കുറിച്ച് ഒരെണ്ണം കോടതിയിൽ അതിനിപ്പോൾ കോടതിയിൽ കേസ് കിടക്കുകയാണ്. അതിന് സർക്കാർ എന്തെങ്കിലും അല്ല, അത് കോടതിയിൽ കിടക്കുന്ന കേസായതുകൊണ്ട് സർക്കാരിൻ്റെതായ രീതിയിൽ ചെയ്യും. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു അഭിപ്രായം പറയുന്നത് നയപരമായ കാര്യമാണ്. അങ്ങനെയുള്ള നയപരമായ കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശമൊന്നും എനിക്കില്ല. അതൊക്കെ അതിൻ്റെ ഉയർന്ന ഘടകങ്ങൾ അതിനെ ചർച്ച ചെയ്യും. എന്നെ പാർട്ടിയിലെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു, ഇത്രയേ ഉള്ളൂ. എന്തായാലും അടുത്ത ഒരു മൂന്നാം സർക്കാർ വീണ്ടും തുടർന്ന് ആ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ തന്നെ കരുതിക്കേണ്ട മതി. അങ്ങനെ ഉണ്ടാകുള്ളൂ. കുറെ കൂടി നല്ല ഭൂരിപക്ഷത്തിലൂടെ അധികാരത്തിൽ വരും. ഉറപ്പായിട്ടും അങ്ങനെ ഒരു വിജയം തന്നെ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.